ഈ കാണുന്നത് ഒരു ന്യൂമാറ്റിക് ഷോർട്ട് വാക്കർ ബൂട്ടാണ്. ഇത് കാൽമുട്ടിന് താഴെയുള്ള ഭാഗത്തെ സംരക്ഷിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ ബൂട്ടാണ്. കാൽമുട്ടിന് താഴെയുള്ള അസ്ഥിപൊട്ടൽ, ചെറുതായിട്ടുള്ള ലിഗ്മെന്റ് പരുക്കുകൾ, ശസ്ത്രക്രിയകൾക്ക് ശേഷമുള്ള കാൽ സംരക്ഷണം എന്നിവയ്ക്ക് വേണ്ടി ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്ന ഒന്നാണിത്. ഇത് പൂർണ്ണമായും കാലിന് സംരക്ഷണം നൽകുന്നു. വേദന കുറയ്ക്കാനും സ്വാഭാവികമായി നടക്കുവാനും ഇത് സഹായിക്കുന്നു. അതിനാൽ സാധാരണ ഷൂവിനേക്കാൾ ഉയരമുള്ള ഒരു ബൂട്ടാണിത്. അതുകൊണ്ട് അത്രയും ഉയരമുള്ള വേറൊരു ഷൂ മറ്റേ കാലിലും ധരിക്കുന്നത് നടക്കുവാൻ എളുപ്പമാകും. കാൽ മീതെയുള്ള ഭാഗം സംരക്ഷിക്കുവാനും സ്ട്രാപ്പിൻ്റെ അമർത്തൽ സമമായി വിതരണം ചെയ്യുവാനുമുള്ള ഒരു പ്ലാസ്റ്റിക് പാനൽ, ആൻറ്റീരിയർ ഷെൽ ആണ് ഇത്. ഇതിൻ്റെ വീതിയുള്ള ഭാഗം കാൽപാദത്തിൻ്റെ മുകളിലും മറ്റേ ഭാഗം മുകളിലത്തെ സ്ട്രാപ്പ് കെട്ടുന്നതിൻ്റെ അടിയിലുമായാണ് വെക്കേണ്ടത്. എന്നിട്ട് വേണം ഈ വെൽക്രോ സ്ട്രാപ്പുകൾ കെട്ടുവാൻ. ഈ കാണുന്നത് ഒരു ഇന്നർ പാഡിങ്ങാണ്. ഈവ ഫോം, PU ഫോം എന്നിവ കൊണ്ട് നിർമ്മിച്ചതിനാൽ കാൽ സുഖമായി ഇരിക്കുവാൻ ഇത് സഹായിക്കുന്നു. ഈ കാണുന്നത് വായു നിറയ്ക്കുന്ന എയർ ബാഗുകളാണ്. ഇവയിൽ ആവശ്യത്തിനനുസരിച്ച് വായു കൂട്ടുവാനും കുറയ്ക്കുവാനും കഴിയും. സൈഡിൽ നൽകിയിരിക്കുന്ന നീല നിറത്തിലുള്ള റബ്ബർ അമർത്തി ആവശ്യത്തിനുള്ള വായു നിറയ്ക്കുന്നതിന് ഇത് സഹായിക്കുന്നു. സുഖമുള്ള ടൈറ്റ്നസ് ആകണം. വേദനയുണ്ടെങ്കിൽ വായു കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ബ്രാസ് നിറത്തിൽ കണ്ടതായിട്ടുള്ള ആ നോബ് ഉള്ളത്. അതിൽ പ്രസ് ചെയ്താൽ അതിൻ്റെ അകത്തുള്ള വായുവിൻ്റെ സമ്മർദ്ദം കുറയും. 2 സൈഡിലും ഈ നോബ് നൽകിയിട്ടുണ്ട്. സൈഡിൽ കാണുന്ന ഈ നീല നിറത്തിലുള്ള ബട്ടണാണ് വായു നിറയ്ക്കുവാനായി ഉപയോഗിക്കുന്നത്. ബ്രാസ് നിറത്തിലുള്ള ബട്ടണാണ് അത് വായു റിലീസ് ചെയ്യുവാനും ഉപയോഗിക്കുന്നത്. ഈ ഫോം, PU ഫോമുള്ള ഈ പാഡ് ശരിയായി കറക്റ്റ് അളവിൽ അതിനകത്ത് വെച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ കാലുകൾ അതിൽ വെക്കുവാനായിട്ട് പാടുള്ളൂ. അസ്ഥിപൊട്ടൽ സംഭവിച്ച കാൽ ഒരു കംപ്രഷൻ സോക്സ് ഇട്ടതിന് ശേഷം വളരെ സാവധാനമായി അതിലിറക്കി ഈ കാണുന്ന തരത്തിൽ അതിനെ കെട്ടുക. കാൽപാദത്തിൻ്റെ മുകളിൽ കെട്ടിയതിന് ശേഷം വേണം അതിന് മുകൾ ഭാഗം ഈ കാണുന്ന തരത്തിൽ കെട്ടുവാൻ. അതിനുശേഷം കാൽപാദത്തിൻ്റെ മുകളിൽ അതിൻ്റെ ഭാഗം സംരക്ഷിക്കുവാനും സ്ട്രാപ്പിൻ്റെ അമർത്തൽ സമമായി വിതരണം ചെയ്യുവാനുമുള്ള ഒരു പ്ലാസ്റ്റിക് പാനൽ അതിൻ്റെ മുകളിൽ വച്ചതിന് ശേഷം വെൽക്രോ സ്ട്രാപ്പ് എടുത്ത് വളരെ സാവകാശം ഈ കാണുന്ന തരത്തിൽ വരിഞ്ഞ് മുറുക്കി കെട്ടുക. അതിനുശേഷം അതിൻ്റെ പുറകുവശം വെൽക്രോ സ്ട്രാപ്പ് എടുത്ത് ഈ കാണുന്ന തരത്തിൽ വരിഞ്ഞ് അധികം ടൈറ്റാകാതെ കെട്ടി പുറകിൽ ഒട്ടിക്കുക. ഈ ഷൂവിൻ്റെ 2 സൈഡിലും ഞാൻ ഈ പ്രസ് ചെയ്യുന്നത് പോലെ തന്നെ പ്രസ് ചെയ്യുമ്പോൾ അകത്തെ വായു ചേംബർ വായു കൊണ്ട് നിറയുന്നതും കാൽ അതിൽ ശരിയായി ഫിക്സായിരിക്കുവാൻ സഹായിക്കുകയും ചെയ്യും. അധികം മർദ്ദം കൊടുക്കാതെ വേണം ചെയ്യുവാൻ. അഥവാ കാല് വേദനിക്കുന്നുവെങ്കിൽ അതിൻ്റെ സൈഡിൽ കാണുന്ന ബ്രാസ് രൂപത്തിലുള്ള ബട്ടൺ പ്രസ് ചെയ്ത് അതിൻ്റെ വായു റിലീസ് ചെയ്യാവുന്നതും അത്രേ. ഇങ്ങനെയാണ് ഈ ബൂട്ട് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ക്യാപ്പ് തുറന്നിട്ട് ആദ്യം എയർ റിലീസ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ വെൽക്രോ സ്ട്രാപ്പ് അഴിക്കുവാനായിട്ട് പാടുള്ളൂ. അത് രണ്ടും ഒരുപോലെ തന്നെ പ്രസ് ചെയ്യുക. ചെയ്തതിന് ശേഷം അത് ലൂസാകുമ്പോൾ
സ്ട്രാപ്പ് അഴിച്ച് മേളത്തെ സ്ട്രാപ്പ് ആദ്യം അഴിക്കുക. അതിനുശേഷം താഴെയുള്ള സ്ട്രാപ്പ് അഴിച്ച് വെളിയിലെടുത്തതിന് ശേഷം ഈ പ്ലാസ്റ്റിക് പട്ടി സേഫ്റ്റിക്ക് വേണ്ടിയുള്ളത് എടുത്തതിന് ശേഷം വളരെ സാവധാനം ഈ ഫോം തുറന്ന് കാൽ സാവധാനം വെളിയിൽ എടുക്കുക. ഇങ്ങനെയാണ് ഈ ബൂട്ട് ഉപയോഗിക്കേണ്ടത്.